വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. വീണ്ടും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ഇസ്രായേൽ തെരുവിൽ തിരിച്ചുകൂടിയ ബന്ദികളുടെ ബന്ധുക്കളും കൂട്ടുകാരും ബൈഡൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ ഇസ്രായേൽ ഗവൺമെന്റിനോടും നെതന്യാഹുവിനോടും സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. കരാർ പ്രാവർത്തികമാക്കുന്നത് തടയാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ശ്രമിക്കുമെന്ന് ബന്ദികളുടെ ബന്ധുക്കൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഈ കരാറിനെ പിന്തുണച്ച് പരസ്യമായി മുന്നോട്ട് വരാൻ അവർ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടു. ഈ കരാറിൽ ഉൾപ്പെടുന്നത് ആറാഴ്ചത്തെ വെടിനിർത്തലും ഇസ്രായേൽ സേനയുടെ പിന്മാറ്റവും ഗസയിൽ നിന്നുള്ള പിന്മാറ്റവും പകരം ഹമാസ് ബന്ദികളെ വിട്ടയക്കലുമാണ്. എന്നാൽ നെതന്യാഹു ഗവൺമെന്റിലെ തീവ്ര വിഭാഗം ഈ നിർദ്ദേശത്തെ എതിർക്കുകയാണ്. അവർ നെതന്യാഹുവിനോട് പറയുന്നത് ബന്ദികളെ ബലി നൽകേണ്ടി വന്നാലും യുദ്ധം എത്ര കാലം നീണ്ടാലും ഈ യുദ്ധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ്. അതേസമയം ഐസൻബർഗ് ഗാലന്റ് പറയുന്നത് ഇത് നെതന്യാഹുവിനുള്ള അവസാന അവസരമാണെന്നാണ്. നിങ്ങൾ ഈ കരാർ നശിപ്പിക്കില്ലെന്ന് ഉറപ്പിക്കാനുള്ള അവസാന അവസരമാണിത്. ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നു. ഞാൻ ഈ വ്യവസ്ഥയെ സപ്പോർട്ട് ചെയ്യുന്നുവെന്ന് നിങ്ങൾ ജനങ്ങളോട് പറയുക. അതിൽ യുദ്ധം അവസാനിപ്പിക്കലും ഉണ്ടായിരിക്കണം. അൽ ജസീറ കറസ്പോണ്ടന്റ് അമ്മാനിൽ നിന്ന് ബന്ദികളുടെ കുടുംബങ്ങളുടെ ആവശ്യങ്ങളോട് പ്രധാനമന്ത്രിയും കൂട്ടുകക്ഷി മന്ത്രിസഭയിലെ മന്ത്രിമാരും ഏറെക്കുറെ വിമുഖത കാണിക്കുകയാണ്. യുദ്ധത്തിന്റെ ആരംഭത്തിൽ ബന്ദികളുടെ കുടുംബങ്ങൾ ഒത്തുചേരുകയും അവരുടെ തങ്ങളുടെ ഗവൺമെന്റിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ സമയവും ഞങ്ങൾ വിശ്വസിക്കുന്നത് ഗവൺമെന്റ് ഉചിതമായി ചെയ്യുമെന്നും ബന്ദികൾ അവരുടെ വീടുകൾ തിരിച്ചെത്തുമെന്നുമാണ്. 8 മാസത്തോളം യുദ്ധം നീളുമെന്ന് അവരാരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇപ്പോഴും ഭൂരിഭാഗം ബന്ദികളും ഹമാസിന്റെ കൈകളിൽ ഗസയിൽ കുടുങ്ങിയിരിക്കുകയാണ്. 125 ബന്ദികളാണ് ഇപ്പോഴും ഗസയിലുള്ളത്. ഇവരിൽ പല പ്രായക്കാരും പല രോഗികളുമുണ്ട്. കഴിഞ്ഞ നവംബറിൽ 10 ദിവസം നീണ്ട ഒരു വെടിനിർത്തൽ ഉണ്ടായിരുന്നു. അതിൽ 135 ബന്ദികളാണ് അവരുടെ വീടുകളിലേക്ക് തിരിച്ചു വന്നത്. ഇപ്പോൾ ഈ ചത്രത്തിൽ തടിച്ചുകൂടിയ ജനങ്ങളെ നിങ്ങൾക്ക് കാണാം. അവർ അവരുടെ ഗവൺമെന്റിനെതിരെ രോഷാകുലരാണ്. ഈ പ്രതിഷേധം പ്രതിരോധ മന്ത്രാലയത്തിന് പുറത്താണ് നടക്കുന്നത്. റോഡുകളും മറ്റും തടഞ്ഞുകൊണ്ടുള്ള ഈ പ്രതിഷേധം ടെൽ-അവീവിൽ മാത്രമല്ല രാജ്യത്തുടനീളം നടക്കുന്നുണ്ട്. അൽ ജസീറ കറസ്പോണ്ടന്റ് ലഗ ഖാൻ 8 മാസത്തിൽ നീണ്ട ഗസയ്ക്ക് മേലുള്ള ഇസ്രായേൽ യുദ്ധത്തിൽ മരണം കൊണ്ടും നാശനഷ്ടങ്ങൾ കൊണ്ടും ഇരുളിലായ പലസ്തീനികൾക്ക് ഒരു ആശ്വാസത്തിന് വെളിച്ചമാവുകയാണ് യുദ്ധം നിർത്താനുള്ള ജോ ബൈഡന്റെ സീസ് ഫയർ നിർദ്ദേശം. ഞങ്ങൾ ഇതിനെ സ്വാഗതം ചെയ്യുന്നു. ഈ യുദ്ധം അവസാനിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുവഴി ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടുകളിലേക്കും സ്ഥലങ്ങളിലേക്കും പോകാനാകും. ഞങ്ങൾ ഒരുപാട് സഹിച്ചു. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം ഞങ്ങളെ സഹായിക്കുമെന്നാണ്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം ഈ വെടിനിർത്തൽ കരാറിന്റെ ഗൗരവം നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോകുമെന്നാണ്. കാരണം ഞങ്ങൾ അങ്ങേയറ്റം ക്ഷീണിതരായിരിക്കുന്നു. ശാരീരികമായും മാനസികമായും ഞങ്ങൾ തകർന്നിരിക്കുന്നു. ഈ വെടിനിർത്തൽ നിർദ്ദേശത്തിന് 3 ഘട്ടങ്ങളാണുള്ളത്. 6 ആഴ്ച നീളുന്ന ആദ്യത്തെ ഘട്ടത്തിൽ 6 ആഴ്ചത്തെ വെടിനിർത്തലും ഇസ്രായേൽ സൈന്യത്തിന്റെ ജനസാന്ദ്രമായ ഏരിയയിൽ നിന്നുള്ള പിന്മാറ്റവും കൂടെ ബന്ധിമോചനവുമാണ്. അതിനൊപ്പം തന്നെ ഫലസ്തീൻ തടവുകാരുടെ കൈമാറ്റവും ഇതിൽ ഉൾപ്പെടുന്നു. 2ാം ഘട്ടത്തിൽ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള ശത്രുത അവസാനിപ്പിക്കാൻ ഒരുമിച്ചുള്ള പ്രവർത്തനമാണ്. 3ാം ഘട്ടം ഗസയുടെ പുനർനിർമ്മാണമാണ്. ജോ ബൈഡന്റെ വാക്കുകൾ: ഇതാണ് തീരുമാനമെടുക്കാനുള്ള ശരിയായ സമയം. ഇസ്രായേൽ അവരുടെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഹമാസും പറയുന്നുണ്ട് വെടിനിർത്തൽ വേണമെന്ന്. അവർ 2 കൂട്ടരും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് തെളിയിക്കാനുള്ള നല്ലൊരു അവസരമാണ് ഈ കരാർ. ബൈഡൻ വിവരിക്കുന്നത് ഈ തീരുമാനത്തെ ഇസ്രായേലിന്റെ തീരുമാനമായാണ്. എന്നാൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസിൽ നിന്നും പുറത്തുവരുന്ന സ്റ്റേറ്റ്മെന്റ് സൂചിപ്പിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഇസ്രായേലിന്റെ വ്യവസ്ഥയിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്നാണ്. അതായത് ഹമാസിന്റെ സൈന്യശക്തി ഇല്ലാതാവുകയും ബന്ദിമോചനം നേടുകയും ഫലസ്തീൻ ഇസ്രായേലിന് ഒരു ഭീഷണിയാവില്ലെന്ന് ഉറപ്പാകുന്നതുവരെയും ഇസ്രായേൽ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ്. എന്നാൽ ഹമാസ് പറയുന്നത് പരിപൂർണ യുദ്ധവിരാമം എന്ന ഏതൊരു നിർദ്ദേശത്തോടും സംഘടന പോസിറ്റീവായി പ്രതികരിക്കുമെന്നാണ്. അതിന് ഇസ്രായേൽ സൈന്യം മുഴുവനായും ഗസ മുനമ്പിൽ നിന്നും പിൻവാങ്ങണമെന്നും തടവുകാരുടെ അർത്ഥപൂർണമായ കൈമാറ്റം നടക്കണമെന്നും കുടിയിറക്കപ്പെട്ടവരുടെ തിരിച്ചുവരവ് സാധ്യമാകണമെന്നുമാണ്.
അഭയാർത്ഥി ക്യാമ്പുകളിലെ കൂട്ടക്കൊലകൾ, പട്ടിണിയും മാരകരോഗങ്ങളും ഗസയിൽ ആവർത്തിക്കപ്പെടുകയും അത് ഗസയിലെ മനുഷ്യവാസയോഗ്യമില്ലാതാക്കുകയും ആക്കി മാറ്റുകയും ചെയ്തിരിക്കുന്നു. അവസാനമായി വന്ന ഈ സീസ് ഫയർ ഡീൽ ഫലസ്തീനികളുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കുമെന്ന് ഫലസ്തീനികളും ഉറച്ചു വിശ്വസിക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഗസയിൽ ഇസ്രായേലി സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 95 ഫലസ്തീനികളാണ്. ഗസ ആരോഗ്യ മന്ത്രാലയം പറയുന്നത് റഫയിലെ ഏറ്റവും പുതിയ ആക്രമണത്തിൽ റഫയുടെ പടിഞ്ഞാറൻ സിറ്റിയിൽ 2 ഫലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടു എന്നാണ്. ഒക്ടോബർ 7 മുതൽ ഇതുവരെ ഗസയിൽ കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം 36,000-ലധികം കവിഞ്ഞിരിക്കുന്നു. ഇതിൽ ഏറിയ പങ്കും സ്ത്രീകളും കുട്ടികളുമാണ്. ജബാലിയ റെഫ്യൂജി ക്യാമ്പിൽ നിന്ന് ഇസ്രായേൽ സേന പിൻവാങ്ങിയതിനു ശേഷം ഫലസ്തീനികൾ അവരുടെ പ്രിയപ്പെട്ടവരുടെ ഭൗതിക അവശിഷ്ടങ്ങൾക്കിടയിൽ തിരയുകയാണ്. അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും യൂസഫ് പറയുന്നു, ഇതൊരു കഠിനമായ ജോലിയാണ്, തിരിച്ചറിയാനാവാത്ത പ്രിയപ്പെട്ടവരുടെ ശരീരങ്ങൾ തിരയുകയെന്നത്. ഇവിടെ 30ഓളം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവർ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ തന്നെയാണ് മറവ് ചെയ്യപ്പെട്ടത്. മെയ് 11 എന്റെ വീടിനും ബോംബിട്ടു. ഒരു മുന്നറിയിപ്പും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ അവശിഷ്ടങ്ങൾക്ക് ഇടയിൽ ഞങ്ങൾ എല്ലുകൾ കണ്ടു. കേടുകൂടാത്ത ഒരു ശരീരവും ഞങ്ങൾ കണ്ടില്ല. എല്ലാം ജീർണിച്ചവയായിരുന്നു. എല്ലാ ശരീരങ്ങളും ഇസ്രായേലി ബോംബാക്രമണത്തിൽ കത്തി എരിഞ്ഞിരുന്നു.